മനുഷ്യന്മാര് എന്താ പറയാ, മനുഷ്യനെ നല്ല രീതിയിൽ ജീവിക്കാനും സമ്മതിക്കൂല. അപ്പോ ഞാന് നിർത്തിയെടുത്തത് വീണ്ടും തുടങ്ങേണ്ട ഒരു അവസ്ഥ വന്ന്. ഒന്നല്ല, നമ്മളോട് പിന്നെ എന്താ പറയാ, ഞാനിത് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് ഈ ചാപ്റ്റർ ഒഴിവാക്കി എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും ഞാനിത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഒരു കമന്റ് കേട്ടോ, കണ്ടമാനം നമുക്ക് വന്നോണ്ടിരിക്കണേ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. വല്ലാതെ ഇങ്ങണ്ട് നമ്മള് പിന്നെ എന്താ പറയാ, നമ്മളെ ഫാമിലി പെട്ട തന്നെയാണ്, നമ്മളെ ചങ്കാണെന്നൊക്കെ പറയാം. നല്ല കമന്റ് ഒക്കെ നല്ല സപ്പോർട്ടൊക്കെ നമുക്ക് ചെയ്യുന്നതാണ്. ആദ്യം കുറച്ചൊരു റോങ് ആയി വന്ന് എല്ലാരും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൂശിയപ്പോ പിന്നെ നോർമലിക്കണ്ട് വന്നു. ആ ശരിക്കുള്ള ഐഡിയ അല്ല എന്നുള്ളതും നമുക്ക് പറയാം. ഞാൻ പേര് പറയണില്ല, പേര് പറഞ്ഞാൽ ഇനിയിപ്പോ ആൾക്കാർ ഇതാവണ്ട. ചിലപ്പോ ആള് ശരിക്കുള്ള ഐഡിയ ആണെങ്കിലോ ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം ആൾക്ക് 2-3 ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോ അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ആള് ഇങ്ങനെ വന്ന് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോ അത് ഒഴിവാക്കിയാല് ഹൈഡ് ചെയ്താല് പോകുന്ന കാര്യമുള്ളൂ. പക്ഷെ ആ വ്യക്തിക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് വിചാരിച്ചു എവിടം വരെ പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നതാണ്. അപ്പൊ ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ പിന്നെ ആൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താണ് നജിലാനെ എത്ര സപ്പോർട്ട് ചെയ്യാൻ കാരണം, നജിലാന്റെ മാതിരി തന്നെ സാജിദയും നജിലയും ഒന്നിച്ച ആൾക്കാർ ജനങ്ങൾക്ക് പറ്റിച്ചതല്ലേ, എന്നിട്ട് അല്ലേ അവിടെ ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യൽ എങ്ങനെയാണ്, മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് എന്താണ്, അതെന്താ രണ്ട് ന്യായങ്ങള്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളവർ എന്നും പോയിക്കൊണ്ടിരിക്കും. വികാരം വിവേകത്തോടെ മാറ്റണം എന്നാ ഞാൻ പഠിച്ചത്. വികാരം കൂടുമ്പോ കണ്ട ചെറുപ്പക്കാരുടെ കൂടെ പോകലാണോ അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, അത് അവരോട് പോയി ചോദിക്കാം. ഇങ്ങനൊക്കെ തന്നെ ആ സാധ്യതയും ചെയ്ത് കൂട്ടിയത്. അവളിൽ സപ്പോർട്ട് ചെയ്യാതെ ഇതാ നീതി എല്ലായിടത്തും വേണം എന്ന്. പിന്നെന്താണ്, ഇതേപോലെ തന്നെയല്ല ഷാജിദയും ഒരേപോലെ തന്നെയാ. ഇവളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷാജിദയുടെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തൂടെ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നീ എന്തിനാ സപ്പോർട്ട് അവൾക്ക് ചെയ്യുന്നത്, അങ്ങനെല്ലാം പറഞ്ഞത്. നീ അല്ല അവളെ പാവാടയും പിടിച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. വേദന ഉണ്ടെങ്കിൽ നീ കല്യാണം കഴിച്ചോന്ന് പറഞ്ഞു, കെട്ടിക്കോന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളെ അതിലും നല്ലത് എന്റെ ഭർത്താവിനെ കെട്ടണം, എന്റെ ഭർത്താവിന് 2 ഏതായാലും ഉണ്ട്, എടുത്താ പൊന്തൂല, അതിനകത്ത് ഇല്ലല്ലോ, കണ്ടാൽ അറിഞ്ഞൂടെ നിങ്ങൾക്ക്. ഞങ്ങൾ ഉണ്ടാകുന്ന തന്നെ നല്ല ഐറ്റം വെയിറ്റ് ഉള്ള സാധനങ്ങളാണ്, അതാണെങ്കിൽ ചെറുതാണ്. അപ്പൊ അതിന് വേണ്ടത് ധാരാളം അതിന്റെ അടുത്തുണ്ട്, കിട്ടിയിരിക്കണ്. അതിന് ആവശ്യമില്ല. അതൊക്കെ കണ്ണി കണ്ടവരെ പാവാട അടിപ്പാവാട മണപ്പിച്ച് ഇങ്ങനെ നടക്കണില്ല. അപ്പൊ അത് മണപ്പിച്ച് ഷഡ്ഡിയും അടിപ്പാവടിയും മണപ്പിച്ച് നടക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അവർക്ക് ചൊറിയുമ്പോഴാണ് അവർക്ക് വേദനിക്കുമ്പോഴാണ് ഇവിടെ വന്നിട്ട് ചൊറിയുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ എന്ത് കെട്ടണം, അവരത് കെട്ടണം, അല്ലെങ്കിൽ അവര് ജീവിതം കൊടുക്കണം. പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നേരത്തെ എന്തോളം വർത്തമാനം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്താ അവളെ അമ്മായി വേണോ? അല്ലല്ലോ. ഞാൻ എനിക്കിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് ഞാൻ പറയും ചെയ്യും. അതായത് ജഡ്ജിന്റെ മുന്നിൽ പോയിട്ടാണെങ്കിൽ നമ്മൾ പറയും, അത് വേറെ കാര്യം. ഇപ്പോ നിന്നെപ്പോലുള്ളവരെ മധുരം കിട്ടാനോ അല്ല നിന്നെപ്പോലുള്ളവരെ നല്ല ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് അവളെ പോസിറ്റീവ് കാണാനോ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാല് അവളുടെ വീഡിയോ എന്റെ അടുത്തുണ്ട്, 3 വീഡിയോ എനിക്കൊരു ടീം അയച്ചു തന്നത്. പിന്നെ നെജിലാൻ്റെത് ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കണ നീ എവിടെ നീ കണ്ടത്? ഞാൻ നെജിലാക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്തെന്നാണ്? നെജില എന്നല്ല, അത് സാജിദ് ആയാലും ശരി, വേറെ ഏത് ഇതായാലും ശരി, അങ്ങനെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, താളം തെറ്റി നടക്കുന്നുണ്ടെങ്കിൽ, പിന്നെ തെറ്റായ രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, അവര് ഒരു നല്ല രീതിയിൽ ഒരു ഭർത്താവിനെ ഒരു പുരുഷനെ കല്യാണം കഴിച്ചിട്ട് ഭർത്താവായി സ്വീകരിച്ചിട്ട് കുട്ടികളെ മക്കളൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലത് എന്നല്ലെങ്കിൽ പിന്നെന്താ പറയല്? ആ ഒരു കാര്യം മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെ നെജില അന്ന് തൊട്ട് ഇന്ന് വരെ ചെയ്തത് ഞാൻ എത്ര നെജിലക്ക് എതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നെജിലക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഞാൻ നെജിലിനോട് അതിന് വേണ്ടിയിട്ട് റംലാനിന് മാപ്പ് വരെ ചോദിച്ചിട്ടുണ്ട്, പൊരുത്തപ്പെട്ടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്നത് ഞാൻ തുറന്നു പറഞ്ഞ ആർക്കും ഒന്നും ഒരു വിഷയമില്ലാത്ത രീതിയിൽ ഞാൻ തുറന്നു പറയുന്ന കാര്യമാണ്. അപ്പൊ അതിന് ഈ ആൾക്ക് എന്തിന് ഇത്ര ഇങ്ങനെ കാണേണ്ട ആവശ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നജിലയും ഒരുപോലെ തെറ്റ് ചെയ്തു. എന്താണ് നജില ആണല്ലോ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചതാ. അല്ല, ഷാജിദക്ക് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല, ചെയ്യുകയില്ല. ആദ്യം മനസ്സിലാക്കിയിട്ട് ആൻസർ പറയുന്നത്. അത് കുറെ പ്രാവശ്യമായി പറഞ്ഞു, നിങ്ങളെന്താ മിണ്ടാ നിൽക്കണേ. ഞാനും എന്നോട് 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ ഈ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്കും കൂടെ കൂടിയിട്ടുള്ള മറുപടിയാണ് ഞാൻ ഇത് പറയുന്നത്. എനിക്ക് ചെലവിന് തരുന്ന സാജിദ നെജിലൊന്നല്ല, അത് നീയും അല്ല. എനിക്ക് ചെലവിന് തരുന്ന എന്റെ ഭർത്താവ്, എന്റെ മക്കള്, പിന്നെ ഞാനും. ഓക്കെ, അപ്പൊ എനിക്ക് ഒരാളെ ഒത്താശ പാടിയിട്ട് ഒരാളെ പാവട മണിപ്പിച്ച് സഡി മണിപ്പിച്ചിട്ട് നടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ മറുപടി പറഞ്ഞു. എനിക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നത് ഞാൻ മറുപടി പറഞ്ഞു. നമ്മള് ഇന്നും നിലയും കാണാനുള്ള ജീവിതം. നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഇജിപ്പൊ പറഞ്ഞ മാതിരല്ല, എന്റെ മക്കളൊക്കെ കെട്ടിച്ചിക്കണ്, എന്നാലും എനിക്ക് നേരം കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഷാജിദാക്ക് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിരുന്ന കമന്റ് നോക്കിയിട്ട് ആരോടായി വർത്തമാനം പറയുന്നത്?
ആരോടായി വർത്തമാനം പറഞ്ഞു? 5 വർഷം ഒന്നുമില്ലെങ്കിൽ യൂട്യൂബിൽ നിന്നിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് എങ്കിലും നമുക്ക് ഉണ്ടാവില്ലേ? കമന്റ് ഇട്ട് നടക്കുന്ന നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ഈ 5 വർഷം നമ്മൾ വീഡിയോ ചെയ്ത് നടക്കുന്ന നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? അപ്പൊ ഈ ആരോടാ പറയുന്നത്? എന്റെ കമന്റ് അവിടെ കണ്ടിരുന്നു. നിന്റെ കമന്റ് കാണാൻ നീ എത്ര ഐഡിയയിൽ വരുന്നുണ്ട്, ഏത് ലെവലിലൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ ഈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോക്കി നടക്കല്ല എന്റെ പണി. മനസ്സിലായില്ലേ? ഈ ഒരു ഐഡിയയിൽ എനിക്ക് വരുന്നുണ്ടെങ്കിൽ നീ വേറെ ഐഡിയയിലും സാധ്യതാക്ക് പോകുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നിനക്ക് ഇത്ര വേദനിക്കാൻ ഒരു കാരണമില്ലല്ലോ. ഷാജിദാനെ അത്രയും വേദന എന്റെ ഹൃദയത്തിൽ കയറ്റി വെച്ചതുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്. എന്റെ സപ്പോർട്ട് കിട്ടാൻ നടക്കും. ഞാൻ അവിടെ അമ്മായിമേ അല്ല അവിടെ ചത്തതോ മൂത്തതോ ഒന്നല്ല. എന്റെ സപ്പോർട്ട് കിട്ടേണ്ട ആവശ്യമില്ല ഷാജിദാക്ക് ജീവിക്കാൻ. ഷാജിദാക്ക് ലോകത്ത് ഒരാളെ സപ്പോർട്ട് കിട്ടേണ്ട ആവശ്യമില്ല. ഷാജിദാക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ അറിയാം. ഭർത്താവിനെ കൊന്ന അവൾക്ക് അപ്പൊ അവൾക്ക് വേണ്ടാത്ത ആൾക്കാരെ കൊല്ലാനും അറിയാം, വേണ്ട ആൾക്കാരെ എടുക്കാനും അറിയാം. അതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നജിലാക്ക് ഞാൻ പറഞ്ഞില്ലേ, നജിലാനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ നിനക്കെതിരായിട്ട് വീഡിയോ പലതും ചെയ്തിട്ടുണ്ട്, വേദനയ്ക്കുണ്ടെങ്കിൽ നീ എനിക്ക് സോറി മാപ്പ് തരണം എന്ന് പറഞ്ഞു. റംലാനാണെന്ന് പറഞ്ഞു. അവള് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇത്ത കുഴപ്പമില്ല, ഇത്ത അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ആ ഒരു വിരോധമല്ല, ഇത്ത ചെയ്തോ, എനിക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല, എനിക്ക് പിന്നെ തന്നെ ഇഷ്ടമാണ്, ഞാൻ പൊരുത്തപ്പെട്ടു, എനിക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല, ഇതിനെ പറ്റിയിട്ട് നിങ്ങളൊന്നും വേറെ ഒന്നും ചെയ്യണില്ലല്ലോ, നിങ്ങളെ അഭിപ്രായങ്ങൾ മാത്രമല്ലേ പറയണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവള് അതും പറഞ്ഞു. ഇതേപോലെ തന്നെ ഞാൻ സാജിദാനോടും പറഞ്ഞു. ലോകത്ത് എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ടാവില്ലേ, മലയാളത്തിലൊക്കെ കുറെ വന്നിട്ടുണ്ട്, തമിഴ് ഹിന്ദിയിലൊക്കെ വന്നിട്ടുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അത്രയും ആൾക്കാർ സാജിദാനെ കുറിച്ചും ചെയ്തിരുന്നു. അവരൊക്കെ പോയിട്ട് ഇവളോട് മാപ്പ് ചോദിച്ച പൊരുത്തപ്പെടിക്കും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അവളോട് സാജിദാനോട് പോയി ചോദിച്ചിരുന്നു, ഓൾ എന്ത് ചെയ്തെന്നറിയാം. ഇന്നേരം വരെ അതിനൊരു ആൻസർ തന്നിട്ടില്ല, മറുപടി തന്നിട്ടില്ല. ഹിബറത്തി, ഒരു മുസ്ലിം ആണെങ്കിൽ വേറൊരു മുസ്ലിം ക്ഷമ ചോദിച്ചാൽ പൊരുത്തപ്പെട്ട് തരണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കേണ്ടതാണ് ഒരു മുസ്ലിമിന്റെ കടമ. അപ്പൊ അതിന് പകരം അവൾ എന്ത് ചെയ്തത്? അവള് ചെയ്തത് എന്നെ പരിഹസിച്ചിട്ട് മറ്റുള്ളവർ മുന്നിൽ ഇത് ചെൽഫ് എടുത്ത് പോയിന്ന്, ആരാണ് ചെൽഫ് എടുക്കാൻ പറ്റിച്ചായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ചിട്ടായിരുന്നു അവൾക്ക് അതേ ഇട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടാനില്ലല്ലോ. പിന്നെ എന്റെ മാപ്പണ്ണ അല്ലാതെ വേറെ ഒന്നും അവൾക്ക് പറയാനില്ല. വേറെ എന്താ പറയാനുള്ളത്? അങ്ങനെ പറഞ്ഞിട്ട് രക്ഷിന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അവള് പറഞ്ഞു. ഇപ്പൊ അവള് നിൽക്കുന്നത് വേറെ. അപ്പൊ ഈ ഒരു സംഭവം അറിയും എനിക്ക്, നിങ്ങൾക്കും അറിയാം, ഞാൻ പറഞ്ഞും ചെയ്തിട്ടുണ്ട്. മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞെന്ന് മാത്രം. അത് കൂടാതെ ഇവളുടെ 3-4 വീഡിയോ, 3 വീഡിയോ എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ട്. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം എപ്പോഴാണ് ഇവളെ വാളെടുത്ത് വരിക, ഉറങ്ങി തുള്ളാന്ന് അറിയില്ല. അപ്പൊ അവൾക്ക് പേഴ്സണലായിട്ട് വിട്ടുകൊടുക്കും. പിന്നെ ഒരു സ്ത്രീന്റെ ഒരു ഇതാണ്, അവൾക്കതില്ല. അവള് നാട്ടുകാർ മൊത്തം കാണിച്ചതാണ്. ഇനിയിപ്പോ കാണാൻ ആൾക്കാരൊന്നും ഇല്ല, ബാക്കിയില്ല, നീയും കണ്ടതാണ്. അപ്പൊ ആ ഒരു വേദന നിന്റെ മനസ്സിലുണ്ടാവും. അങ്ങനെ തന്നെ ഞാൻ പറയും. അപ്പൊ ഈ ഒരു കാര്യത്തെ വേദനിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട. കാരണം സാജിദാനെ ഈ പറയുന്നതിനൊക്കെ മുമ്പ് നിന്റെ സമ്മതം കൂടാതെ തന്നെ ഞാൻ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത ആളാണ്. ആ സപ്പോർട്ട് ചെയ്ത എനിക്ക് പിന്നെ കിട്ടിയത് വേദനകളാണ്. ഇവളോട് ഞാൻ ചോദിച്ചപ്പോ ഇവളെ ഞാൻ കണ്ടിട്ട് എന്റെ എന്താണ് വീഡിയോ കട്ട് ചെയ്യും, മറ്റേ എന്റെ ചാനൽ ഞാൻ പുറത്താക്കി. എനിക്ക് 80 ചില്ലാന ആൾക്കാരോളം എന്റെ ഇപ്പം നിൽക്കുന്നുണ്ട്. 1000, 2000, 3000 ആൾക്കാരോളം വേറെ നിൽക്കുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടി കാണാൻ റിപ്പോർട്ട് അടിച്ച് എന്നെ പുറത്തുനിന്ന് പറഞ്ഞാണ്ട് ഇവളിന്നെ പഠിപ്പിച്ചു. എന്ത് ഞാൻ ചോദിച്ചത് റൌഫിനെ അറിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ അറിയോ എന്ന് ചോദിച്ചാൽ അവര് എനിക്ക് ഇവൾക്ക് കൊടുത്തുള്ള പൈസ വരെ, ബില്ല് വരെ, ഗോൾഡിന്റെ ബില്ല് വരെ അയച്ചത്. അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നപ്പെട്ടു പിന്നെയും നമ്മൾ പറഞ്ഞ് ചിക്കി ചികിഞ്ഞതിന് വേണ്ടിയിട്ട് ഈ ചെങ്ങായിയാണ് ഇപ്പൊ ഇതിന് കാരണക്കാരനായത്. അപ്പൊ നിനക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നീ ഇങ്ങോട്ട് പോവാ, തിരുവിക്ക് പോവാ. ബാക്കിയുള്ള വീഡിയോ കൂടെ പറഞ്ഞ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് അറിയുമെങ്കിൽ എന്റെ നമ്പർ പബ്ലിക്കായിട്ട് കൊടുത്തിരിക്കാൻ, ആ നമ്പറിൽ വിളിച്ചിട്ട് നീ തിരൂർ വന്നാൽ എന്റെ ഭർത്താവ് എന്നെ കൂട്ടിക്കൊണ്ടുവരും. നിന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നിനക്ക് എന്താ അറിയണം സജനയെ പറ്റി ഞാൻ പറഞ്ഞുതരാം. പറയുന്നതിൽ പകുതിയെ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാല് നമുക്ക് അങ്ങനെ പറ്റാത്ത കാരണമാണ് പറയാത്തത്. അപ്പൊ അത്രയും ഇത് വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പൈസ വാങ്ങിയിട്ട് പറ്റ മനിയും പബ്ലിക്കായിട്ട് മറ്റുള്ളവരെയൊക്കെ പിന്നെ ചീത്ത പറഞ്ഞിട്ട് വീടാന്തരം കയറിയിട്ടും മഹലിൽ കയറിയിട്ടും പിന്നെ എന്താ പറയാ എത്തിങ്കാനെ കയറിയിട്ടും അവനെ കുട്ടികളെ പഠിപ്പിച്ച എത്തിങ്കാനയിലെ ഉസ്താദ്മാര് മറ്റുള്ളവരൊക്കെ പിടിച്ച തെറി പറഞ്ഞ് നടന്നിരുന്ന ഇവൾക്കോ ഞാൻ സപ്പോർട്ട് നിൽക്കാന്ന് പറഞ്ഞത്. അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കല്ലേ വെറ്ററാളനൊക്കെ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു നെജിലും പറഞ്ഞില്ലേ, നെജില ഇതേപോലെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ നെജില അത് പറഞ്ഞില്ല, നെജിലാക്ക് വേണ്ടിയിട്ട് ഞാൻ പറയും, വീഡിയോ ചെയ്യും. ഞാൻ നെജിലാക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആരും കണ്ടോ? എവിടെ സപ്പോർട്ട് ചെയ്തിരിക്കണത് നെജിലാക്ക് വേണ്ടിയിട്ട്? ഞാൻ പറഞ്ഞത് ഇതേപോലെ നടക്കുന്ന സ്ത്രീ ഒന്നെങ്കിലും നല്ല രീതിയിൽ ആയല്ലോ. അപ്പൊ ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. പിന്നെ വരുന്നത് നാട്ടുകാരും രക്ഷപ്പെട്ടു. പല ആൾക്കാരായിട്ടുള്ള പല ബന്ധങ്ങളെക്കാളും നല്ലതല്ലേ ഒന്നായിട്ട് നിന്ന് ജീവിക്കുന്നത്. ഒരു പെണ്ണിന് ഒരു പുരുഷൻ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് വേണ്ടെന്നാക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് അവരുടെ മനസ്സ്, അവരുടെ ശരീരം, അവരിഷ്ടപ്പെടുന്ന മാതിരി നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ മാതിരി അവർ നിൽക്കണം. നമ്മൾ ശടിക്കുന്നത് ശരിയല്ലല്ലോ. അതെന്ത് നിയമമാണ്?
അപ്പൊ അവര് നമ്മൾ കാണാതെ അവര് ജീവിക്കൂല പല രീതിയിൽ. അതൊക്കെ നീ പോയി നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്. ഞാൻ ആര് സപ്പോർട്ട് ചെയ്തെന്നാണ് നീ പറയുന്നത്? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ കാഴ്ചപ്പാടിന്റെ തെറ്റ്. വീഡിയോ ഫുള്ള് കണ്ടിട്ട് മാത്രം പറയാം. മനസ്സിലായില്ലേ? ഞാൻ അത് ഈ വീഡിയോ ഞാൻ ചെയ്തു വെച്ചതാണ്. വീണ്ടും വീണ്ടും നിന്റെ ഈ ഇത് വന്നത് കാരണം എന്റെ ചെയ്തു വെച്ച വീഡിയോക്ക് മൈക്ക് ഓൺ ആയില്ലായിരുന്നു. അത് കാരണത്താൽ എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ഇന്നലെ തന്നെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഞാൻ ഷോപ്പിൽ വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താ നിനക്ക് പറയാനുള്ളത് പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിനക്ക് മണപ്പിക്കണം മണപ്പിച്ചെന്ന് അർത്ഥം. എന്നോട് സപ്പോർട്ട് നീ പറഞ്ഞിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. എനിക്ക് തോന്നണമെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. എനിക്ക് എന്നോട് ഒരാളും ഇതുപോലെ ആളെ സപ്പോർട്ട് ചെയ്യും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വന്നിട്ട് എന്നോട് പറയാനില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യൂല. എനിക്ക് തോന്നി ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അല്ലാതെ ഒരാളെ ചെലവിൽ ജീവിക്കുന്നൊന്നുമില്ല. അയാൾ പറഞ്ഞ കേട്ടിട്ട് ഞാൻ ചെയ്യാൻ. നീതിപരമായ കാര്യങ്ങൾ ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇപ്പോഴും അവള് റോങ് ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാൻ നിൽക്കുന്നുണ്ടോ? അവളെ പച്ചടക്കത്തിലാണ് നിങ്ങളെല്ലാരും പറയല്ലേ. ആരൊക്കെ പറയുന്നത്? അവൾക്ക് പറ്റിയ ആൾക്കാരായിട്ട് അവള് ഇപ്പോഴും കളിക്കുന്നുണ്ട് ഇല്ലേ? ഇല്ലാതെ നിങ്ങളൊന്ന് പറഞ്ഞാണെങ്കിൽ വരുമാനത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനും മൂന്ന് മക്കളെ പോറ്റി 2 മക്കളെ കല്യാണം കഴിച്ച് 3 മക്കൾക്ക് ജോലിയാക്കി കൊടുത്ത ആളാണ്. അതും ഒരു വീട് എനിക്കുണ്ട്. ഇത്രയും കാലമായിട്ട് ആയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അലാലായ രീതിയിൽ നല്ല രീതിയിൽ ഈ ചോര വിയർപ്പാക്കിയിട്ട് ജീവിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ആ ഭർത്താവ് ഇല്ലാതെ തന്നെ. അപ്പൊ ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ 5 6 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പാടാണ്. അപ്പൊ അവരും ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വരുമാനം കിട്ടുന്നത് കാണണം, സോഴ്സ് കാണണം, പറയും എവിടുന്നാണെന്നുള്ളത്. അപ്പൊ പിന്നെ അത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. നിന്നെ പോലെ എല്ലാരും എന്ന് വിചാരിക്കരുത്. കണ്ണടച്ച് പാൽ പിടിക്കല്ലേ. നിനക്ക് അവളോട് വല്ല ഇതുണ്ടെങ്കിൽ നീ അത് തീർത്തു കൊടുക്കുക. നിനക്ക് സിമ്പതി തോന്നുന്നുണ്ടോ, നിനക്ക് ദയ തോന്നുന്നുണ്ടോ, നിനക്ക് സ്നേഹം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒൽപ്പിക്കുക. ഇവിടെ വന്നിട്ട് ഇന്നോട് സപ്പോർട്ട് ചെയ്യും എന്ത് പറയണെന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ വരണ്ട. കാണിച്ചാൽ നിനക്ക് പറ്റുന്ന രീതിയിൽ അവിടെ പോയിട്ട് സ്നേഹം കൊടുക്കുക. എന്നിട്ട് പണം കൊണ്ട് പറ്റുമെങ്കിൽ പണം കൊടുക്കുക. അല്ലാതെ പിന്നെ നിന്റെ പിന്നാലെ വന്നിട്ട് ഞാൻ എന്താണ് നിന്റെ പണിക്കാർത്തിയാണ് ഞാൻ? നീ പറഞ്ഞ മാതിരി ഞാൻ ചെയ്യാനേ ആണോ? ഞാനൊരു രസത്തിന് ഇരിക്കുന്നൊന്നല്ല. നിന്നെ പോലെ പണിയില്ലാതെ അങ്ങനെ പിന്നാലെ നടക്കുന്നില്ല. എനിക്ക് എന്റേതായിട്ടുള്ള ജോലികളുണ്ട്. മനസ്സിലായ? ഇപ്പൊ ഞാൻ 8 മണിക്ക് വന്നത് അവിടെ. 8 മണിക്ക് പഠിക്കാൻ വേറെ ടീം വരുന്നുണ്ട്. ഷോപ്പുള്ള ടീമുകൾ. അവർ 9 കട തുറക്കും. അപ്പോൾ ഇതിന് 8 മണിക്ക്. അപ്പൊ ഞാൻ 8 മണിന്റെ മുന്നേ ഞാൻ ഇവിടെ എത്തണം, കട തുറക്കണം. മനസ്സിലായ? സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുത്തിട്ടില്ല. നമ്മളെ പെരത്തെ പണി കഴിഞ്ഞിട്ട് ഓടിച്ചാടി വന്നതാ. ഓക്കെ, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. എന്തിനാ പറയാ ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടേ. ഇപ്പൊ എനിക്ക് പിന്നെ ആർക്കും ചെലവിന് പോറ്റാനൊന്നുമില്ല. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട എന്തിനാ? എനിക്ക് എന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാ. വെറുതെങ്കിലും, അല്ലെങ്കിൽ എന്റെ മോനിക്ക് സപ്പോർട്ട് എടുക്കാൻ. അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാലും അന്തസ്സായിട്ട് ജീവിക്കാച്ചിട്ടാണ് അധ്വാനിച്ചിട്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇത്രേ ഉള്ളൂ. കുറേ അയക്കണേ ഈ ചങ്ങായി ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, അല്ല കമന്റ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇതിപ്പോ ഇങ്ങനെ വരണോ വന്ന് ബ്ലോക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, വരട്ടെന്ന് ഞാൻ വെച്ചിട്ടുണ്ടാണ്. ഇടട്ടെ, എവിടം വരെ ഇടൂ നോക്കട്ടെ. ഇനി ഇത് കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ എന്റെ മറുപടി കൊണ്ട് വരട്ടെ. നമ്മള് എവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അതിന്റെ ബാഗേജിന്റെ വാട്സാപ്പിൽ വിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞത് നെജില എന്നല്ല, ഏതൊരു സ്ത്രീ ആയാലും നിക്കാഹ് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യണം. അത് നല്ല രീതിയിലല്ലേ എന്നാണ് പറഞ്ഞത്. ഹലാലായ രീതിയിലെ ബന്ധത്തിന് അള്ളാഹ് പോലും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനെന്തേ? നിനക്കെന്താ പ്രശ്നം? നീയായിട്ട് കല്യാണം കഴിക്കാൻ വിചാരിച്ചിരുന്നാണോ? നിനക്ക് കിട്ടാഞ്ഞിട്ടുള്ള ദേഷ്യമാണോ? അതല്ല സാജിദാനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടാണോ? അതും നടക്കാത്ത കാരണമാണോ? അല്ലെങ്കിൽ അതും പോയി ഇതും പോയി എന്നുള്ള സങ്കടമാണോ? എന്താണ്? തുറന്നു പറ. അല്ലാതെ വേറെ അമ്മായിന്റെ മോനൊന്നല്ലല്ലോ സാജിദാന്റെ. ആണോ? അല്ലല്ലോ. അവരുടെ കുടുംബങ്ങളൊക്കെ നമുക്ക് അറിയണാണ്. ആരും സപ്പോർട്ട് ചെയ്യില്ല. പെറ്റതാളെ പോലും സപ്പോർട്ട് ഇല്ല, അനിയത്തിമാരില്ല, അച്ഛന്മാരില്ല, മറ്റുള്ളവരൊന്നും ഇല്ലാത്ത പിന്നെ നിനക്ക് മാത്രം സപ്പോർട്ട് എങ്ങനെ വന്നാണാവോ? അതിങ്ങനെ